ഇന്ന് രാവിലെ എത്തി. ഇന്ന് രാവിലെ തിരുവനന്തപുരത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി എൻ്റെ ആദ്യത്തെ തവണയാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം പങ്കെടുക്കാൻ ഒരു അവസരം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വന്നു, എല്ലാവരും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. പാർട്ടീൻ്റെ എല്ലാ മുതിർന്ന ലീഡേഴ്സ് എല്ലാവരും എൻ്റെ ഒപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവർ വന്നു, പുഷ്പാർച്ചന ചെയ്തു. ഇപ്പോൾ അങ്ങനെ മടങ്ങി പോകുന്നു. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നു. ഇന്നലെ SIT സമർപ്പിച്ച റിപ്പോർട്ടിൽ വലിയ കൊള്ള അവിടെ കൂടുതൽ നടന്നിട്ടുണ്ട് എന്നുള്ളൊരു വിവരമാണ്. അല്ല, അതിനെക്കുറിച്ച് ഇന്ന് ഞാനൊന്നും പറയുന്നില്ല. ഇനിയിപ്പോൾ വരാൻ പോകുന്ന കാലം 100 ദിവസം ഉണ്ടല്ലോ ഇലക്ഷനെ കുറിച്ച്. ഈ കോൺഗ്രസും LDFും എന്തെല്ലാം ചെയ്തിട്ടുണ്ട്, ജനങ്ങൾ അവസരം കൊടുക്കുമ്പോൾ എന്ത് ചെയ്തു, സമയമുണ്ട്, അത് സംസാരിക്കാം. ഇന്ന് അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ താല്പര്യമില്ല. ഈ മതനേതാക്കളുടെയൊക്കെ നിലപാടുകളൊക്കെ വലിയ ചർച്ചയാണുണ്ട് കേരളത്തിൽ. പല വർഗീയ നിലപാടുകൾ സ്വീകരിക്കുന്ന അവർ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ വലിയ ചർച്ചയാണ്. പ്രത്യേകിച്ച് NSS ആസ്ഥാനത്ത് വരുമ്പോൾ എന്താണ് NSSനെ കുറിച്ച് പറയാനുള്ളത്? അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന രാഷ്ട്രീയം മനസ്സിൽ വെച്ചിട്ടൊന്നുമല്ല. ഞങ്ങൾ മന്നത്ത് പത്മനാഭൻജി ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു ഇൻസ്പിറേഷണൽ. അദ്ദേഹം എത്രയോ എല്ലാവർക്കും വേണ്ടി എത്രയോ കാര്യങ്ങൾ ചെയ്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ബഹുമാനമുണ്ട്, എത്രയോ ബഹുമാനമുണ്ട്. പിന്നെ സുകുമാരൻ നായർജി എനിക്ക് വേണ്ടി എത്രയോ പ്രോത്സാഹിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ കാണുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ രാഷ്ട്രീയം മനസ്സിൽ വെച്ചിട്ടല്ല ചെയ്യുന്നത്. ഞങ്ങൾ UDFും LDFും അല്ല, എല്ലാ മലയാളികളുടെ ഒപ്പം, എല്ലാവർക്കും വേണ്ടി, എല്ലാവരുടെ ഒപ്പം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് അങ്ങനെയാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. അപ്പോൾ എല്ലാത്തിലും രാഷ്ട്രീയം ഞങ്ങൾ കാണുന്നില്ല. അങ്ങനെ നിങ്ങളും കാണാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. രാവിലെ പുറത്തു വരുന്നൊരു വാർത്തയെ തൃശ്ശൂരിൽ നിന്ന് രാവിലെ പുറത്തു വരുന്നൊരു വാർത്ത, അവിടെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം പിടിക്കാൻ വേണ്ടി CPM ഒരു ലീഗ് സ്വന്തം 50 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു. അത്തരത്തിലുള്ള കച്ചവടങ്ങളും ഇതിപ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ എന്തിനാണ് ഇങ്ങനെ വലിയ അതിശയം? ഇതാണല്ലോ അവരുടെ രാഷ്ട്രീയം. ഇവർക്ക് എത്രയോ കൊല്ലമായി നമ്മളെല്ലാവരും മനസ്സിലായ ഒരു കാര്യമല്ലേ, വികസനവും വേണ്ട, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, അതൊന്നുമല്ല അവർക്കൊരു പ്രാധാന്യം. അവർക്ക് പവർ പോളിറ്റിക്സ് കളിക്കുക. എന്തു ചെയ്താലും, എന്ത് വില കൊടുത്താലും പവർ പോളിറ്റിക്സ്, പവറിൽ വന്ന് അഴിമതി ചെയ്യുക. ഇതാണ് നമ്മൾ എത്രയോ 40-50 കൊല്ലമായിട്ട് കാണുന്നത്. അതൊരു മാറ്റം കൊണ്ടുവരണം എന്നാണ് ഞങ്ങളെല്ലാവരും ഒരു ആഗ്രഹം, ജനങ്ങളുടെ ഒരു ആഗ്രഹം. ഇനി 100 ദിവസം ഉണ്ടല്ലോ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചെല്ലാം കുറേ ചർച്ച ചെയ്യാം. ഈ പോറ്റി കണ്ടത് മുഖ്യമന്ത്രിയാണെന്ന് കോൺഗ്രസ് പറയുന്നു. ഇപ്പം ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് സോണിയാഗാന്ധിനെയാണ് പോറ്റി. അപ്പോൾ ഞാൻ ആദ്യം മുതൽ ഇവർ LDFും കോൺഗ്രസിനെയും 2004 മുതൽ അറിയുന്ന ആളാണ്. 10 കൊല്ലം UDF ഭരിച്ചപ്പോൾ LDFിന്റെ പിന്തുണയാണ് 10 കൊല്ലം ഡൽഹിയിൽ ഭരിച്ചത്. അവിടെ ഭീകരമായ അഴിമതി നടന്നു എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവർ രണ്ട് പാർട്ടിയിലും ഒരു വ്യത്യാസമില്ല എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞ ഒരാളാണ്. ഞങ്ങൾ അങ്ങനെയാണ് മുമ്പോട്ട് വെക്കുന്നത്. അപ്പോൾ പോറ്റി ആരുടെ കീശയിലുണ്ടായിരുന്നു, 2 പേരുടെ കീശയിലുണ്ടായിരുന്നു എന്ന് ഇപ്പോൾ കൃത്യമായി എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇതാണ് സത്യം. ഇതിനെല്ലാം മാറ്റണം. ഒരു പുതിയ രാഷ്ട്രീയം ഇവിടെ കൊണ്ടുവരണം, പുതിയ രാഷ്ട്രീയ സംസ്കാരം കൊണ്ടുവരണം. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരാണ് നാടിന് വേണ്ടത്. ഇവർ കൊള്ള ചെയ്യുന്നു, അഴിമതി ചെയ്യുന്നു. ഇതെല്ലാം മാറ്റണം എന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം, ഞങ്ങൾ മുമ്പോട്ട് വെച്ച ഒരു കാഴ്ചപ്പാട്.